ഇന്നത്തെ അത്താഴത്തിന് എന്തെങ്കിലും തട്ടിക്കൂട്ടാന്ന് വിചാരിച്ച് അടുക്കളയിലോട്ട് കയറിയതാ. മോനുകുട്ടന് ഇത് മതിയെന്ന് പറഞ്ഞു. ഇതിൻ്റെ പാക്കറ്റിൽ എഴുതിയിരിക്കുന്ന പേരെങ്ങാനും ഞാൻ വായിച്ചു കഴിഞ്ഞാൽ പ്രൊനൗൺസിയേഷനിൽ PhD എടുത്തവരെല്ലാം കൂടി എൻ്റെ തല കൊയ്യും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പേര് വായിക്കൂല. ഒന്ന് വായിച്ച് എനിക്കിഷ്ടം പോലെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ബട്ടറൊക്കെ ഉരുക്കി അതിനകത്ത് കുറച്ച് പാലും ഒക്കെ ഒഴിച്ച് പിന്നെ ആ ഒരു പാക്കറ്റിനകത്ത് തന്നെ ഇതേപോലെ ഒരു കുഞ്ഞി പാക്കറ്റും കൂടി ഉണ്ടായിരുന്നു. ആ പൊടി ഇതിനകത്ത് മിക്സ് ചെയ്തു. ഇത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാനൊക്കെ ഇച്ചിരി പ്രയാസപ്പെട്ടു. എന്നാലും കുഴപ്പമില്ല, മിക്സായി വന്നിട്ടുണ്ട്. അതിനകത്ത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഞാൻ ചേർത്ത് കേട്ടോ. പാസ്ത എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അതിനകത്ത് പിന്നെ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട്. ഇത് നമുക്കൊരു ചേച്ചി കുറേ സാധനങ്ങൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു, അതിനകത്തുണ്ടായിരുന്നതാണ്. ഇതല്ലാതെ നമ്മളൊരു പ്രാവശ്യം ഇത് വാങ്ങിച്ചിട്ട് മുത്ത് ഇതുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഉണ്ടാക്കുന്ന രീതിയിലൊക്കെയാണ് ഇവിടെ വെച്ച് തന്നത്. മോനുകുട്ടനും അന്നേരം ഇഷ്ടപ്പെട്ടായിരുന്നു. ഇനി ഇത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല, കാരണം അച്ചാച്ചൻ ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് ഒന്നും ചിലപ്പോൾ കാണത്തില്ല. അവൻ അന്ന് അതിനകത്ത് ചിക്കനും അങ്ങനെയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ ചിക്കനൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഏതായാലും ഉണ്ടാക്കിയതല്ലേ, ഞാനും ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. എനിക്കിത് കഴിച്ചാൽ വയറ് നിറയത്തൊന്നുമില്ല, കാരണം ഞാൻ ചോറിൻ്റെ ആളാണ്. എനിക്ക് അത്താഴത്തിന് ചോറുണ്ടേ പറ്റുള്ളൂ. എന്നാൽ പിന്നെ ഞാൻ ഇത്തിരി ചോറുണ്ണട്ടെ.